റെക്കോർഡ് ചെയ്യുന്നില്ലേ? ആമേൻ. ഹല്ലേലൂയ. 1 ശമൂവേൽ 1-10 വാക്യം ഏ- പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരവാതിൽക്കൽ തന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയായിരുന്നു ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുവാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. മതി. ആമേൻ. അടിയന് മതി 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 സിസ്റ്റർ, മതി. ഹല്ലേലൂയ. ഇവിടെ നമ്മള് ഹല്ലേലൂയ തുടക്കം തന്നെ വായിക്കുന്ന അവിടെ അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ഹല്ലേലൂയ. അവൾക്ക് മനോവ്യസനമുണ്ട്. അതിന് കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഹല്ലേലൂയ അതിന്റെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ 5-ാം വാക്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഹന്നായ്ക്കോ ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരുട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവൾ വ്യസനിക്കത്തക്കവണ്ണം അവളെ വളരെ വിഷമിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ഹല്ലേലൂയ. നമ്മളിവിടെ കാണുന്ന യഹോവ തന്നെയാണ് ഹന്നയുടെ ഗർഭം അടച്ചിരുന്നത്. ഹല്ലേലൂയ. അല്ല ദൈവം അറിയാണ്ട് ഒന്നും നമ്മുടെ ജീവിതത്തെ വരുത്തില്ല എന്ന് പറയും. അപ്പൊ വരുത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കും. കാരണം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പം അതിനകത്ത് ഇപ്പൊ ഗർഭം അടയ്ക്കുന്ന, ഗർഭം തുറക്കുന്ന, ചിലപ്പോൾ ഗർഭത്തിലായിരിക്കും ചില ബുദ്ധിമുട്ട് കഷ്ടങ്ങളോടൊക്കെ നമ്മൾ പോകുന്ന, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില ഭാരങ്ങളൊക്കെ ഇത് ദൈവം തന്നെയാണ് അത് ചെയ്യുന്നത്. കാരണം ഇവിടെ യഹോവയാണ് അവളുടെ ഗർഭം അടച്ചത്. എന്നിട്ട് അത് അടച്ചതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കണം വളരെ മുഷിപ്പിച്ചു. ഇത് ഗർഭം അടച്ചു എന്ന് മാത്രമല്ല, എൻ്റെ ആനുവൽ ഉടക്കുന്നത് ചിലക്കറിയോ, എൻ്റെ അമ്മയ്ക്കും എന്താ ജോലി പൈസ ഇല്ലെന്ന ശരീരത്തിൽ ചില രോഗങ്ങളൂടെ വരാതിരിക്കും. ശരീരത്തിൽ ചിലപ്പോൾ ഭയങ്കര വയ്യ ഇതും കൂടെ ഒക്കെ ഇല്ലായിരുന്നില്ല. അപ്പൊ ഇവിടെ പറഞ്ഞ പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഗർഭം അടച്ചത് യഹോവ, പ്രതിയോഗി അവളെ വളരെ മുഷിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരാളെ വഴക്ക് പറയണമെങ്കിൽ ദൈവം അനുവദിക്കാതെ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം പെരീന അവളെ കുത്തി നോവിക്കണമെങ്കിൽ, വളരെ മുഷിപ്പിക്കണമെങ്കിലും പിശാച് ആണ് ചെയ്യിക്കുന്നത്. പക്ഷെ പിശാചിനെ ആരോ ദൈവം അനുവദിക്കുന്നുണ്ടല്ലോ ചെയ്യിക്കുന്നത്. അപ്പൊ അവിടെ ഹന്നയ്ക്ക് ഒരു ഭാരമുണ്ട്, മക്കളില്ല എന്നുള്ള മച്ചിയാണത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായിട്ട് എന്നൊരു ഭാരതി ഇരിക്കുമ്പം പ്രതിയോഗി വളരെ മുഷിപ്പിക്കുക. എന്നിട്ട് അത് ആണ്ടുതോറും എന്നിട്ട് പ്രതിയോഗി വളരെ തക്കവണ്ണം വ്യസനിപ്പിക്കാൻ തക്കവണ്ണം, അത് വ്യസനിപ്പിക്കാൻ തന്നെയാണ്, തമാശയ്ക്കായിട്ട് ഒന്നുമല്ല, വ്യസനിപ്പിക്കാൻ തന്നെയാണ്. വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു. അപ്പം പ്രത്യേകിച്ച് ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ ചർച്ചിപ്പാനൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ നല്ലതായിട്ട് മനസ്സോടൊക്കെ പോകണമെന്ന് ചോദിക്കുമ്പോൾ അന്നേരം തന്നെ ഇത് ചെയ്തോണ്ടിരിക്കുക. ഇതുകൊണ്ടാണ് ഇവിടെ അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ഇവിടെ പറയുന്നത് അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച് യഹോവയോട് വളരെ കരഞ്ഞു. അപ്പൊ നമ്മൾ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ ഹല്ലേലൂയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് മനോവ്യസനത്തോടുകൂടി വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, അങ്ങനെ സിറ്റുവേഷൻ നമ്മൾ വരണമെങ്കിൽ ചിലതൊക്കെ നമ്മളെ വ്യസനിപ്പിക്കണം, വളരെ വ്യസനിപ്പിക്കണം. വെറുതെ വ്യസനിപ്പിച്ചാൽ പോരാ. ഹല്ലേലൂയ. വളരെ വ്യസനിപ്പിക്കണം. അപ്പം വളരെ വ്യസനിപ്പിച്ചാൽ നമ്മൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കും.
അത് വളരെ കരഞ്ഞു പ്രാർത്ഥിക്കും. ഇവിടെ നമ്മൾ ഹന്നയുടെ പ്രാർത്ഥന ഹൃദയം പകർന്നൊരു പ്രാർത്ഥന താഴോട്ട് പറയുന്നതാണ്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഇത്രത്തോളം ദൈവത്തോട് അടുത്ത് ചെല്ലണം. നമ്മൾ വളരെ വ്യസനത്തോട് അല്ലെങ്കിൽ വളരെ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഇതിന് കാരണം ആരാണെന്ന് വെച്ചാൽ ഹാലയിലെ ശത്രുവാണ് പ്രയോഗിക്കുന്നെങ്കിലും ദൈവം അനുവദിക്കുക. കാരണം ദൈവത്തിന് നമ്മളെ കുറച്ചുകൂടെ അടുത്ത് കിട്ടണം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട സിറ്റുവേഷനൊക്കെ എത്തുമ്പം നമ്മൾ വിചാരിക്കും ദൈവമേ ഇതെന്തൊരു ഇതാന്നൊക്കെ വലിയ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വന്നു. പക്ഷെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. ദൈവം ആഗ്രഹിക്കണം കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്ന നേരത്തെ പുതിയ നിയമത്തിൽ കണ്ട പറയും പത്രോസിന്റെ ശൂന്യമായ പടകായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് വെച്ചാൽ നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കണം. കുറച്ചുകൂടെ ആഴത്തിലേക്ക് നീക്കിയിട്ട് അപ്പൊ ആഴങ്ങളിലേക്ക് ഒന്ന് പോകണം. അതുപോലെ നമ്മുടെ പ്രാർത്ഥന കുറച്ചും കൂടെ ഉയരത്തിലേക്ക് കയറി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചും കൂടെ നമ്മൾ അടുത്തേക്ക് ദൈവത്തിന് അടുത്തേക്ക് എത്തണമെന്നുള്ളതാണ്. ഇവിടെ ഹന്ന മനോവ്യസനമുള്ള സ്ത്രീയായി മാറി. അപ്പൊ മനോവ്യസനത്തെ കരയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. എന്നിട്ട് അവൾ നേർച്ചയൊക്കെ കഴിക്കും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം താഴത്ത് ഏലി വന്ന് കളിയാക്കുമ്പോൾ പറയുന്നത് അവളോട് പറയുന്ന അങ്ങനെയല്ല. അതിന് ഹന്ന ഉത്തരം അങ്ങനെയല്ലേ യജമാനൻ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമേ കുടിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു മനോവ്യസനത്തോടെ പ്രാർത്ഥന. മനോവ്യസനമുള്ള സ്ത്രീ എന്നിട്ട് പറഞ്ഞേ യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അപ്പൊ മനോവ്യസനമുള്ള സ്ത്രീ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി ഹൃദയം പകർന്ന് അവൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് അടിയനെ നീച സ്ത്രീയെ വിചാരിക്കല്ലേ, അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അവൾക്ക് സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം. ഹല്ലേലൂയ. അവൾക്ക് സങ്കടവും വ്യസനവും അങ്ങ് നിറഞ്ഞപ്പം അവൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാ ദൈവസന്നിധിയിൽ പോയിരുന്നു വളരെ നിലവിളിച്ച് പ്രാർത്ഥിച്ച ദൈവത്തോട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടവും വ്യസനവും ഒക്കെ ആധിക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കും, ദൈവസന്നിധി നിലവിളിക്കും. ഹല്ലേലൂയ. കാരണം ആ കരച്ചിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഇരിക്കുന്ന സിംഹാസനത്തേക്ക് ഒന്ന് ചലിപ്പിക്കും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇതുണ്ടാകുന്നത് ഹല്ലേലൂയ പിശാച് വിചാരിക്കും, ഓ ഞാൻ ജയിച്ച് ഇവളെ കരയിപ്പിച്ച് ഇവളെ കണ്ടില്ലേ കിടന്ന് നിലവിളിക്കുന്നു. ഹല്ലേലൂയ. ഇവള് ഭയങ്കര സങ്കടത്തിലായി എന്ന് പറഞ്ഞ് അവൻ ചിരിക്കുമ്പം ദൈവം അവിടെ സന്തോഷിക്കും. കാരണം വെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തി. ഹല്ലേലൂയ. ഇവിടെ ചില സങ്കടങ്ങളൊക്കെ ചില വ്യസനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വരും. അപ്പൊ മനോവ്യസനത്തോട് ആധിക്യമുള്ള എന്താ പറയുക സങ്കടത്തോടും പറയുന്നത് എന്റെ ഇത് പറയുന്നത് ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് സങ്കടത്തിന്റെയും വ്യസനത്തെ ആധിക്യം കൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സങ്കടം വ്യസനവും അതിന്റെ ആധിക്യം വരാറുണ്ട്. ഹല്ലേലൂയ. ഈ ആധിക്യം വന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുക, ദൈവസന്നിധിയിൽ കുറച്ചുകൂടെ അടുത്ത് ചെല്ലുകയും ചെയ്താൽ അതിന് മറുപടിയായിട്ട് തന്നെയായിരിക്കും എഴുന്നേൽക്കുന്നത്. ഹന്നയുടെ അത് പറയുമ്പോ ഏലി പറഞ്ഞ നീ പ്രാർത്ഥിച്ച എന്താ പറഞ്ഞത് ഏലി അവളോട് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷയെ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം. അപ്പം ഇസ്രായേലിന്റെ ദൈവത്തെപ്പോട് അപ്പൊ അവൾക്ക് സങ്കടത്തിന്റെയും വ്യസനത്തിന് ആധിക്യം വന്നപ്പോൾ അവള് ദൈവസന്നിധിയിൽ പോയി നിലവിളിച്ച് കരഞ്ഞു, വളരെ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച ഹന്നയോടൊന്നും പ്രാർത്ഥിച്ച് ചുമ്മാ എണീറ്റ് പോയില്ല. അവൾ മറുപടിയും കൊണ്ടാ പോയത്. പിന്നെ അവളുടെ മുഖം ആമേൻ. വാടിയിട്ടില്ല. അവൾ എഴുന്നേറ്റ് ഭക്ഷിച്ചു പലപ്പോഴും. ഇതൊക്കെയാണ് ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാറുണ്ട്. ഈ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ 10 പേരെ ഫോൺ വിളിച്ച് അവരോട് കഥ പറഞ്ഞ് അല്ലെങ്കിൽ അവരോട് റിപ്പോർട്ട് എടുത്ത് അവരോട് ഹല്ലേലൂയ അത് ചോദിച്ചു ഇത് ചോദിച്ചു ഇരിക്കുകയാണോ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഹന്നയ്ക്ക് ഇതിന് മുമ്പ് പല വർഷങ്ങൾ ഹന്ന ഇതുപോലെ തന്നെ ആലയത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഹന്ന ഇതുപോലെ ദൈവത്തോട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടില്ല. അത് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെങ്കിൽ പോലും അതിന് ടൈമുണ്ട്. ദൈവം അതിന് നമ്മളെ സജ്ജമാക്കിയാൽ ആമേൻ. ആ നമുക്ക് ആ ഒരു സമയത്തല്ല നമുക്ക് എപ്പോഴും സങ്കടം വന്ന് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അത് വേറെ കാര്യം. പക്ഷെ അതിന്റെ ഒരു സമയമാകുമ്പം നമ്മൾ കരയും, ദൈവസന്നിധി പ്രാർത്ഥിക്കും, അതിന് മറുപടിയും കൊണ്ട് എഴുന്നേൽക്കും. ആമേൻ. അപ്പൊ ദൈവസന്നിധി ചെന്നിരുന്ന് ആർക്കും ഒരിക്കലും ഇല്ലാത്തവണ്ണം നമ്മൾ കരയുന്നെങ്കിൽ വിചാരിച്ചോണം അതിന്റെ മറുപടിക്ക് സമയമായെന്ന് അതിന്റെ അർത്ഥം.
ഹല്ലേലൂയ. വർഷങ്ങളായിട്ടുള്ള വിഷയമായിരിക്കും ഇത്. വർഷങ്ങളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കും. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് നമ്മുടെ ഹൃദയത്തെ അങ്ങ് പകരുന്ന രീതിയിലേക്കൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയും ആ പ്രാർത്ഥനയുടെ മറുപടി സമയമാകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ ഇന്ന് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി ഇതുവരെ ഇല്ലാത്ത പൂർണ്ണ ഹല്ലേലൂയ സങ്കടം കൊണ്ട് ഹല്ലേലൂയ സങ്കടവും വ്യസനവും നിറഞ്ഞ് ഹല്ലേലൂയ നമ്മളൊന്ന് കരയുന്നെങ്കിൽ വിചാരിച്ചോണം എന്തോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ വിഷയത്തിൽ എനിക്ക് മറുപടി വരാനായിട്ട് സമയമായി എന്നാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. അപ്പൊ നമ്മളുടെ മറുപടികളുടെ സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ ഇതുപോലെ ഞാനിങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് ഇന്നലെ സാറാഭാസ്റ്ററും പ്രാർത്ഥിക്കാൻ വന്നില്ല. പറഞ്ഞു അതിന് കുറച്ച് മുമ്പ് എനിക്ക് കുറച്ച് മുമ്പ് എനിക്കാണെങ്കിൽ പ്രാർത്ഥന സമയം പ്രാർത്ഥിക്കണം എന്ന് അവിടെ ചെന്നിരിക്കുന്നു. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അല്ല ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ദൈവം ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചെങ്കിൽ പ്രാർത്ഥിക്കും. ഞാൻ 1 ആർക്കെണ്ടൊക്കെ മെസ്സേജ് അയച്ചു നോക്കിയിട്ട് ആരെങ്കിലും ഒന്നും ആരും ഫ്രീ ആയി കിട്ടിയില്ല. അല്ലെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കിച്ചണിൽ ചെന്നപ്പോൾ ഇവക്ക് ഫുഡ് ഉണ്ടാക്കാൻ ചെന്നപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, അല്ലെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്ന് വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ ആരെങ്കിലും ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ആരെ കോണ്ടാക്ട് ചെയ്താലും കിട്ടത്തില്ല. കാരണം എല്ലാവരും തിരക്കായിരിക്കും അവിടേക്ക് ഇവിടേക്ക്. അല്ലേ ദൈവം അപ്പൊ ദൈവം എന്നോട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാനിവിടെ ഫ്രീ അല്ലേ? നിനക്ക് എന്നോട് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിക്കും. ഇത് എന്നോട് ദൈവം എപ്പോഴും ചോദിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഒരാളെ വിളിച്ച് കിട്ടിയില്ല. എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഇവിടെ ഉണ്ടല്ലോ. ഇതാണ് ശരിക്കും ദൈവത്തിന്റെ അപ്പൊ ദൈവത്തിന് എപ്പോഴും നമുക്ക് കിട്ടും. 24 മണിക്കൂർ അവൈലബിളാ. അപ്പൊ നിനക്ക് എന്റെ കൂടെ പ്രാർത്ഥിക്കണം, നിനക്ക് ആരെങ്കിലും കൂടെ പ്രാർത്ഥിക്കണം. നല്ല അവസ്ഥ. അപ്പൊ ഞാൻ ഇത് എന്നിട്ട് ഇതെപ്പോഴും പരിശുദ്ധം ഇടപെടുന്നുണ്ട്. ഞാൻ ഇത് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. നമ്മൾ അല്ലെങ്കിൽ ദൈവം എപ്പോഴും പറയുന്നത്, കർത്താവ് എപ്പോഴും പറയുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ. ഞാൻ ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കും. നിനക്ക് എന്താ പ്രാർത്ഥിച്ചാല് ഞാൻ ഇവിടെ ഇരിപ്പില്ലേ, നിനക്ക് എന്നോട് പ്രാർത്ഥിച്ചിട്ട് ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് തന്നെയല്ലേ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കിച്ചണിൽ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഹല്ലേലൂയ. അപ്പൊ പക്ഷേ വീണ്ടും ഞാൻ വന്ന് അവിടെ ഇങ്ങനെ ഇരുന്ന് പായ എടുത്തൊക്കെ കൊണ്ട് അവിടെ വിരിച്ചിട്ടിട്ട് പ്രാർത്ഥിക്കാനൊക്കെ. പക്ഷേ ഇന്നലത്തെ ദിവസം അധികം പ്രാർത്ഥിച്ചില്ലെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരുന്നപ്പോഴും ഞാൻ അവിടെ ചെന്നിരുന്ന് എന്തോ ഒന്നൊരു യൂട്യൂബിലൊരു എന്നാ വല്ല മെസ്സേജ് കേൾക്കാം എന്ന് വെച്ചിട്ട് വീഡിയോ ഓൺ ആക്കി ഇരുന്നപ്പം പെട്ടെന്ന് എനിക്ക് സാമച്ചൻ പാസ്റ്റർ കോൾ വന്നു. ഹല്ലേലൂയ. അപ്പൊ രാത്രിയായി. സാധാരണ സെബാസ്റ്റ്യൻ അങ്ങനെ രാത്രി വിളിക്കത്തുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ 8, 8:30 എങ്കിലും ആയി കാണും. അപ്പൊ ഞാന് എടുത്തു കഴിഞ്ഞപ്പോ ഇങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പാസ്റ്റർ എന്താ എന്നെ വിളിച്ചെന്ന് ചോദിച്ചു. അത് എന്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കിടക്കാനായിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ സമയം പെട്ടെന്ന് എന്നോട് നിന്നെ വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പെട്ടെന്ന്. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി സാധാരണ ഒരിക്കലും രാത്രി എന്നെ വിളിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് വിളിച്ചതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തോട് ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും വേണമെന്ന് ഞാൻ പരാതിയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പരിഭവമൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നതേ ഉള്ളൂ. അപ്പോഴാ പാസ്റ്റർ എന്നെ വിളിച്ചത്. ആമേൻ. സ്തോത്രം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെയൊക്കെ കൊണ്ട് നമുക്ക് ചില സമയത്ത് നമുക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ഒക്കെ വരും. ആ സമയത്തൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പലരും നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ദൈവസന്നിധിയിൽ പോയിരിക്കുക. നിങ്ങൾക്ക് കരയാൻ പറ്റുമെങ്കിൽ കരയും. ഇത് ഏറ്റവും വലിയ പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പൊ കരയാൻ പറ്റുമെങ്കിൽ നമ്മൾ കരഞ്ഞാൽ അതൊരു വലിയ പ്രാർത്ഥന. കാരണം വെച്ചാൽ നമ്മുടെ കണ്ണുനീര് പോകുന്നത് എപ്പോഴാ കണ്ണുനീര് വരുന്നത്? ഒരു മനുഷ്യൻ എപ്പോഴാ കരയുന്നത്? അവന് സങ്കടം വരുമ്പോഴാ കരയുന്നത് അല്ലേ? അല്ല മനസ്സിന് വിഷമം വരുമ്പോഴാ കരയുന്നത്. അപ്പൊ കരയുന്നത് നമ്മൾ മനുഷ്യരുടെ അടുത്തല്ല, ദൈവത്തിന് നമ്മൾ കരയുകയാണെങ്കിൽ ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ മോളെടുക്കുക എന്താ കരഞ്ഞ് പ്രാർത്ഥിച്ചില്ല യേശുപ്പച്ചൻ മറുപടി തരുത്തോളൂ. അപ്പൊ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അറിയാണ്ട് നമ്മൾ ചില സമയങ്ങളിൽ കരഞ്ഞു പോകും. കരയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹൃദയത്തിന്റെ ഭാരമൊക്കെ എവിടേക്കോ ഒഴുകി പോകുന്നതൊക്കെ തോന്നുന്നു. കാരണം എവിടേക്കോ അല്ല അത് ഒഴുകി പോകുന്നത്. ദൈവ സന്നിധിയിലേക്ക് തന്നെ ചില ദൈവ ഭാരത്തെ എടുത്ത് മാറ്റും. നമ്മുടെ കണ്ണുനീര് അപ്പൊ നമ്മൾ ഭാരമൊക്കെ പോയി നമ്മൾ ഫ്രീ ആകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഹന്ന എന്തിനു വേണ്ടി കരഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞിന് വേണ്ടി തന്നെ ഹന്ന കരഞ്ഞത്. നമ്മൾ എന്തിനു വേണ്ടി കരയുന്നു എന്നുള്ളത് ആ കരച്ചിൽ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ മേലുള്ള നമ്മൾ ജയത്തോടെ എഴുന്നേൽക്കുന്നത്. ചില വിഷയങ്ങളൊക്കെ നമ്മളെ വിടാതെ പിന്തുടരുന്നു തോന്നുന്നു. വർഷങ്ങളായി നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. വർഷങ്ങളായി നമ്മൾ അലട്ടിക്കൊണ്ട ചില വിഷയങ്ങൾ. പക്ഷേ ഞാൻ പറയാം അതിൽ ദൈവത്തിന് നമ്മളൊന്ന് ഹൃദയം പകർന്ന് ദൈവത്തിന്റെ മറുപടി അതിന് തന്നു കഴിഞ്ഞാൽ ആ വിഷയം പിന്നെ ഒരിക്കലും നമ്മളെ അലട്ടത്തില്ല. ആ വിഷയം ഒരിക്കലും നമ്മുടെ മേലെ നേരെ വരുത്തില്ല. കാരണം ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന ഫറവോനെ സൈന്യത്തെ ചെങ്കടലിൽ മുക്കി കളഞ്ഞതുപോലെ ദൈവം അതിനെ മുക്കി മാറ്റും.
പിന്നെ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു എന്ന് പോലും, അല്ലെ നമ്മൾ ഇങ്ങനെ വിഷയത്തിന് ഭാരപ്പെട്ടു എന്ന് പോലും ഓർക്കേണ്ടി പോലും വരത്തില്ല. ദൈവം ചെയ്യാൻ തരുമ്പോൾ അതാണ് അതിന്റെ പ്രത്യേകതയുള്ള ഹാലയിൽ ദൈവം. അല്ല നമ്മൾ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനൊക്കെ പോയി നമ്മൾ താൽക്കാലം വെച്ചുള്ള സൊല്യൂഷനൊക്കെ കണ്ടെത്തി കഴിഞ്ഞ് വീണ്ടും വിഷയം നമ്മളിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്തുടരുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് വരും. ഇപ്പൊ നമ്മൾ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കുമ്പോൾ, ദൈവം നമ്മളെ വിടുവിക്കുമ്പോൾ, ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആമേ ഇവിടെ എന്താ പറയാ, ആമേ അവൾക്ക് അധികം അവൾ പറയുന്ന ആമേ മനോവ്യസനത്തോടെ ഞാൻ കരഞ്ഞു. അപ്പൊ അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ചുമ്മാ പോയിരുന്നിട്ട് ഇച്ചിരി നേരം അങ്ങോട്ട് ചെന്ന് കണ്ണുനീരൊഴുക്കി കർത്താവേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോലെയല്ല. എനിക്ക് തോന്നുന്നത് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് ദൈവസന്നിധി ഇരുന്ന് വളരെ കരഞ്ഞു. ചില വിഷയങ്ങൾക്കൊക്കെ നമ്മൾ ഇതുപോലെ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് ദൈവസന്നിധി ഒന്ന് കരയാൻ പറ്റുമെങ്കിൽ ഹാലയിലെ വളരെ നല്ലതാണ്. പക്ഷെ ഇത് പറ്റുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും പ്രശ്നം. ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ എല്ലാവരെയും മൊബൈലൊക്കെ ചെന്നൊന്ന് പ്രാർത്ഥിക്കണം, ദിവസം കുറച്ച് ഇരിക്കണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഇല്ലാതെ എവിടെ നിന്നെങ്കിലുമൊക്കെ അന്നേരം പേര് വേണ്ട ആവശ്യമില്ലാത്ത എല്ലാം കോളുകൾ കയറി വരാൻ തുടങ്ങും അല്ലേ. ഈ കുന്തൊക്കെ ഓഫാക്കി കൊണ്ട് വെക്കാന്ന് ചോദിച്ചല്ലോ, അത് അതിനെക്കാട്ടി വലിയ ബുദ്ധിമുട്ടായി എന്നുള്ളതാണ് ഏറ്റവും. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പൊ നമ്മളെ കൊച്ചുങ്ങളും അവരവരൊക്കെ ഇല്ലെങ്കിൽ ശരിയാ, നമുക്കിതൊക്കെ ഓഫാക്കി മാറ്റി വെച്ചിട്ട് മണിക്കൂർ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, ഒന്ന് കരയാൻ പറ്റുമെങ്കിൽ, നിലവിളിക്കാൻ പറ്റുമെങ്കിൽ ഇതിനൊക്കെ മുമ്പേ പലതിന്റെയും മറുപടി നമുക്ക് വരും. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പറയാം, ആരെങ്കിലും അധികം ഭാരം എനിക്കത് സഹിക്കാൻ പറ്റാത്ത വിഷമത്തിലൂടെ സങ്കടത്തിലൂടെ ഞാൻ പോകുന്നത്, പ്രയാസത്തിലൂടെ ഞാൻ പോകുന്നത് എന്ന് പറയുന്നെങ്കിൽ, എന്ന് ചിന്തിക്കുന്നെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ എന്താ പറയാ, അതിൻ്റെയൊക്കെ മറുപടി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഹല്ലേലൂയ. ആമേൻ. ഹന്നയുടെ ഗർഭത്തെ അടച്ച ദൈവമാണെങ്കിൽ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതും ദൈവം തന്നെയാ. മറന്നു പോകരുത്. കാരണം എന്തിനാ അങ്ങനെ? ഞാൻ പറയും ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താണ്? നമുക്ക് എല്ലാവർക്കും ഒരു ശമൂവേൽ, ഹല്ലേലൂയ. ശമൂവേൽ പുറത്തു വരാനാ അത് സാധിച്ചത്. ഇതിന്റെയൊക്കെ റിസൾട്ട് അതുപോലെ റിസൾട്ട് വരണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഒരു ഔട്ട്പുട്ട് നമ്മളിലേക്ക് വരുന്നെങ്കിൽ അതിന്റെ കാരണം അതെല്ലാം നമ്മൾ ദൈവത്തിന് നിലവിളിക്കുക. ഈ ദിവസങ്ങളിൽ ഞാൻ പറയാം, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുമാറുന്നില്ല, ഒരിക്കലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന ചില വിഷയങ്ങളൊക്കെ അതൊരു അടയാളത്തിനാണ്ടി വെച്ചേക്ക. ഞാൻ പണ്ട് പറഞ്ഞതാണ് ആമീൻ. അഹരോന്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായിരുന്നെങ്കിൽ നമുക്കൊരു റിസൾട്ട് അത് ഇപ്പൊ ഒരു ദിവസം കൊണ്ട് തളർത്തു, പൂത്തു, കായ്ച്ചു, ഇതൊക്കെ വന്നു. പക്ഷെ ദൈവത്തോട് മത്സരിച്ചവർക്ക് അത് റിസൾട്ട്, അത് മത്സരിച്ചവർക്ക് ഒരു അടയാളമാക്കി വെച്ചിരുന്നു. അപ്പൊ ചിലതൊക്കെ നമ്മുടെ ദൈവം അങ്ങനെ ഈ ശമൂവേലിനെ കുറിച്ച് നമുക്കറിയാല്ലേ. ഇതുപോലെ പ്രവാചകൻ ഉണ്ടായിട്ടെന്നാ അവരേക്കുന്നത്. ആമേൻ. അതുപോലെ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം അതിന്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അറിയാം, അത് ഭയങ്കര അട്ടയാണ്. ആൾക്കാർ അന്ന് പറയും എലിശബത്തിന് ഇത് 6ആം മാസം, മച്ചിയാൾക്ക് ഇത് 6ആം മാസം എന്ന് പറഞ്ഞ് മറിയ ഉറപ്പിച്ചതുപോലെ ചിലതൊക്കെ പറയുമ്പം ദൈവസന്നിധി പറയും ആ വിടുതലുണ്ടല്ലോ ദൈവം, അത് ചെയ്ത ദൈവം ഇതിനും ദൈവം അങ്ങനെ അവിടെ ആ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ആ സിസ്റ്റർ ജീവിതത്തിൽ, അല്ലെ ബ്രദറിന്റെ ജീവിതത്തിൽ, അല്ലെ കുടുംബത്തിൽ അത് സംഭവിച്ചെങ്കിൽ ഇതിനൊന്നും ഒരു പ്രയാസവുമില്ല. ഇത് വളരെ പ്രയാസമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും ഈ വിടുതലുകളൊക്കെ അടയാളമായി മാറും. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള വിഷമങ്ങളിലെ ഭാരങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ അത് ഭാരപ്പെടേണ്ട. ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഗർഭത്തെ അടച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെരീന ഉണ്ടായിരുന്നു. ആ പെരീന എന്തിനാണ് കുത്തി നോവിക്കാണ്ട് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ പെരീന കുത്തിയാലേ ഹന്ന ദൈവസന്നിധിയിലേക്ക് എത്തത്തുള്ളൂ. ആമീൻ. ചില വിഷമങ്ങൾ, വേദനകളൊക്കെ വന്ന് നമ്മൾ ദൈവത്തോട്, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിഷമം വന്നെങ്കിൽ ഇപ്പം നമ്മൾ കുടിച്ചൂടെ ദൈവസന്നിധിയിലേക്ക് അടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോഴാണ്. അതൊന്നും മറ്റുള്ള ലോകപരമായ സൊല്യൂഷൻസിന്റെ പിന്നാലെ പോകാതെ നമ്മുടെ ജീവിതത്തെ ആ ഒരു പ്രതികൂലം നീക്കാൻ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കുറച്ചുകൂടെ അടുത്ത് വരാൻ പറയാം. ദൈവസന്നിധിയിലേക്ക് ഒന്ന് വന്ന് കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം സൊല്യൂഷൻ ഉണ്ടാകും. ആ സൊല്യൂഷൻസും കൊണ്ട് എഴുന്നേൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളിത് പറയണം. നമ്മുടെ ചുറ്റുപാടും നമ്മൾ ചിലപ്പോഴൊക്കെ പറയാം, കുഞ്ഞുങ്ങളോട് ദൈവസന്നിധി ഒരു വിഷയത്തിന് നമുക്ക് മറുപടി വരുന്നില്ലേ, ദൈവസന്നിധി പോയിരുന്നു, ഒന്ന് കരയുക, ഒന്ന് നിലനിൽക്കുക. അപ്പൊ ചോദിക്കുക നമ്മുടെ ദൈവം സാഡിസ്റ്റ് ആണോ എന്ന് ചോദിക്കും. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ചോദ്യമാണ്. ദൈവം സാഡിസ്റ്റ് ആയിട്ടല്ല കാരണം ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ വലുതാണ്.
അല്ലെ ദൈവത്തിന് അതിന് മുമ്പ് പെരീനയ്ക്ക് കുറെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പെരീനയ്ക്ക് കൊടുത്ത കുഞ്ഞുങ്ങളുടെ ആരുടെയെങ്കിലും പേര് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേല് ഈ ഹന്നയുടെ മകനെ കുറിച്ച് തന്നെ ഇതിനകത്ത് 2 അധ്യായമുണ്ട്. അല്ലെ ഫസ്റ്റ് ശമൂവേൽ, സെക്കൻഡ് ശമൂവേൽ. പിന്നെ നമ്മള് രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ പോകുമ്പോഴൊക്കെ. അപ്പൊ ഇവിടെയൊക്കെ എല്ലായിടത്തും എഴുതപ്പെട്ട എന്തുകൊണ്ടാ ശമൂവേലിനെ ഇത്രത്തോളം, എന്തുകൊണ്ടാ ഹന്നെ ഇത്രത്തോളം ദൈവം കരയിച്ചതിനും അടുത്ത് വരാൻ വേണ്ടിയിട്ട്, കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിന് ദൈവത്തിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്നേ. അപ്പം ഉദരത്തിൽ നിൽക്കുന്ന ഒരു തലമുറയെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് കുറച്ചുകൂടൊക്കെ അടുത്ത് വരണം. ഇന്ന് പോയിട്ട് ദൈവസന്നിധി ഇരിക്കണം. ദൈവസന്നിധി ആമേ അതുപോലെ നിലവിളിക്കൊക്കെ ചെയ്താൽ ദൈവത്തിന് ആവശ്യമുള്ളവരെ കൊണ്ടാണ് ദൈവം അത് നിലവിളിപ്പിക്കുന്നത്. ദൈവത്തിന് വേണ്ടുന്നവരെ കൊണ്ട് ദൈവം നിലവിളിപ്പിക്കുന്നത്. ഹാലേലൂയ. അല്ലാതെ എരിയക്കൂടെങ്കിലും പോകുന്നവരോടെല്ലാം ദൈവം വന്ന് പ്രാർത്ഥിക്കാനൊന്നും പറയരുത്. സാഡിസ്റ്റ് ആയതുകൊണ്ടോ ദൈവം നമ്മുടെ കണ്ണുനീര് കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടോ അല്ല. ഹാലേലൂയ. ദൈവത്തിന് ആവശ്യമുണ്ട്. ഹാലേലൂയ. അതുകൊണ്ട് നിന്റെ ഹൃദയം കുറച്ചുകൂടെ ദൈവത്തോട് ചേർന്ന് വരണം. ദൈവത്തോട് പറ്റിയിരിക്കണം. ആ ഹൃദയം ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് നിരൂപിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് തിരിച്ചറിയുന്ന ദൈവം. ഹാലേലൂയ. അതുപോലെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ദൈവസന്നിധി വന്നിരിക്കുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ദുഃഖമായിട്ടല്ല അതിനെ അപ്പം നമുക്ക് മനസ്സിലാക്കണം, എൻ്റെ ദൈവത്തിന് എന്നെ കുറച്ചുകൂടെ അടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ ദൈവം അനുവദിച്ചു കൊടുക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഭയങ്കര വിശ്വാസമായതുകൊണ്ട് അത് അനുവദിച്ചു കൊടുക്കുന്നത്. ദൈവം എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ചില കഷ്ടം. കാരണം സ്നേഹിക്കുന്നവരെ ദൈവം അധികം നമുക്കറിയാം. ഇവിടെ നമ്മൾ സ്നേഹമില്ലാത്തല്ല, സ്നേഹിക്കുന്നത് കൊണ്ട്. കാരണം ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് വെച്ചാൽ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളിങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന്. ആ ദൈവസന്നിധി ചേർന്നിരുന്നാൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകരാൻ പറ്റത്തുള്ളൂ. ആ ഹൃദയത്തെ പകർന്നാൽ മാത്രമേ ദൈവത്തിന് ചിലതൊക്കെ നമ്മളിലേക്കും പകരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ആ വ്യസനത്തോടെ അധിക ഭാരത്തോടൊക്കെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ മറ്റു സൊല്യൂഷൻസിലേക്ക് ഒന്ന് ഓടെടുത്ത് ദൈവസന്നിധിയിൽ വന്നിരുന്ന് ഹൃദയത്തെ പകർന്ന് ഒന്ന് ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ചില വിഷയങ്ങളുടെ മറുപടിയും കൊണ്ട് നമ്മൾ എഴുന്നേൽക്കാൻ സാധിക്കും. ദൈവാന് എല്ലാവരെയും സഹായിക്കുമാറാട്ടെ. ഇന്നത്തെ മെസ്സേജ് വളരെ ഷോർട്ടാക്കി നിർത്തുകയാണ്. ഈ ഷോർട്ട് മെസ്സേജ് കാരണം ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് അതുപോലെ അധിക ഭാരമുണ്ടെങ്കിൽ ദൈവസന്നിധി ഒന്ന് ഇരിക്കാൻ, സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒന്ന് കരയാനായിട്ട് കുറച്ച് സമയം എടുത്ത് നമ്മൾ ദൈവസന്നിധി ഇരുന്ന് നമ്മുടെ വിഷയങ്ങളെല്ലാം അന്ന് ഹൃദയത്തെ പകർന്ന് ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും അത് ചെയ്യുക. ദൈവവചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.